ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. എന്താ മക്കളെ ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്ന് വെച്ചാൽ? ഹൊറിസോൺ എന്ന് വെച്ചാൽ ചക്രവാളം. അപ്പൊ ടുവാർഡ്സ് ന്യൂ ഹൊറിസോൺസ് എന്ന് വെച്ചാൽ പുതിയ ചക്രവാളത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ തലങ്ങളിലേക്കുള്ള ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. അതായത് പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നവരെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ നിങ്ങൾക്കിത് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. ഒരുപാട് നോക്കിക്കുക, കുഞ്ഞു മക്കളാണ് ശാസ്ത്രജ്ഞരായിട്ടൊക്കെ ഉള്ള അല്ലെ. അവരോരോ ഇൻവെൻഷൻസും പിന്നെ റോബോട്ടിനെ കണ്ടുപിടിക്കുന്നത്, പിന്നെ അതുപോലെ റോക്കറ്റിന്റെ ഉണ്ട് അല്ലെ. റോക്കറ്റിൽ ഒരു കുട്ടി അല്ലെങ്കിൽ എയറോപ്ലെയിനിൽ ഒരു കുട്ടി പറക്കുന്നത്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്താണ് പറയാ, പുതിയ ഇൻവെൻഷൻസിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പെടുന്ന മക്കളെ കുറിച്ചുള്ള ചാപ്റ്റർ ആയിരിക്കാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് താഴെ ക്രിസ്ത്യൻ ഡി ലാർസിന്റെ ഒരു കോട്ട് തന്നിട്ടുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ് യു ആർ. നോ ദാറ്റ് ദർ ഈസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. എന്ന് വെച്ചാൽ എന്താ മക്കളെ? ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ആൻഡ് ഓൾ ദാറ്റ് യു ആർ, നിങ്ങൾ എന്താണോ അതിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് ബിലീവ് ഉണ്ടായിരിക്കുക, വിശ്വാസം ഉണ്ടായിരിക്കുക. അതുപോലെ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും എന്താണ് ഏത് ഒബ്സ്റ്റക്കിൾ എന്ന് വെച്ചാൽ തടസ്സം, ആ തടസ്സത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ തടസ്സമുള്ള രീതിയിൽ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എബിലിറ്റീസോ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വേറെ ക്വാളിറ്റീസോ പോസിറ്റീവ് ക്വാളിറ്റീസോ ഒക്കെ ആയിക്കോട്ടെ, നിങ്ങളിൽ തന്നെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. വിനീഷ ഉമാശങ്കർ ഏൺസ് ഗ്ലോബൽ പ്രൈസ്. അപ്പോൾ വിനീഷ ഉമാശങ്കർ എന്ന് പറയുന്ന കുട്ടിക്ക് ഗ്ലോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിനീഷ ഉമാശങ്കർ എന്ന് പറയുന്ന കുട്ടി ഇതാ ഈ കാണുന്ന കുട്ടിയാണ് കേട്ടോ. എന്താണ് ന്യൂസ് നോക്കും മക്കളെ. UK വിനീഷ ഉമാശങ്കർ, എ 15-year-old environmentalist from India, received a standing ovation at the 2021 UN Climate Change Conference for her passionate speech on climate action. At 12, Vinisha invented a solar-powered ironing cart to reduce pollution, earning her the Children's Climate Prize in 2020 and making her a finalist for the Earthshot Prize. Her statement, "I am not just a girl from India, I am a girl from Earth," inspired many, highlighting her as a leading voice for youth-driven environmental change. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തിട്ടുള്ള മക്കളെ? നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോളാർ അയൺ ഇൻവെന്റ് ചെയ്തിരിക്കുകയാണ് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മലിനീകരണം കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെൻഷനാണ് ആ കുട്ടിയുടെ 12ാമത്തെ വയസ്സിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. Here is a story about a young boy who made an invention that saved his village from hunger. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി ഒരു ചെറിയ കുട്ടിയെക്കുറിച്ചുള്ള, ഒരു ആൺകുട്ടിയെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ്റെ നാട്ടിലെ ആളുകളുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഭവം ഇൻവെന്റ് ചെയ്തത്, ഇൻവെൻഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിച്ചതിനെ കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഹാർനസ്ഡ് എന്ന് വെച്ചാൽ ഉപയോഗിച്ചു എന്നാണ് ഹാർനസ്ഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഹാർനസ്ഡ് എന്ന് പറയുക. സോ ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. അപ്പോൾ ഇവിടെ ഈ ബോയ് എന്തിനെ ഉപയോഗിച്ചിട്ടുള്ളത്? കാറ്റിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആൺകുട്ടി. ഓക്കെ, അപ്പം എന്താണ് സ്റ്റോറിയിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. In a small village in Malawi, a poor country in Africa, people had no money for lighting their homes. അപ്പോൾ ആഫ്രിക്കയിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ആഫ്രിക്കയിലുള്ള മലാവി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾക്ക് പണമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വീടുകളിൽ വെളിച്ചം ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. So the villagers, most of them small farmers, went to bed as soon as night fell. അപ്പോൾ അവിടെയുള്ള വില്ലേജേഴ്സൊക്കെ, ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും, പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ കർഷകരായിരുന്നു. അവരെല്ലാവരും രാത്രി എത്രയും പെട്ടെന്ന് തന്നെ, അധികം ഇരുട്ട് വീഴുന്നതിന് മുൻപ് തന്നെ അവരെല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. കാരണം രാത്രിയായാൽ അവർക്ക് വെളിച്ചമില്ല അല്ലേ. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. പക്ഷെ വില്യം എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അവന് ഇരുട്ടായാൽ എന്താ പണി? അവനത് സ്വപ്നം കാണാനുള്ള സമയമാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കാണില്ലേ, അതിനുള്ള സമയമാണ് അവന് ഈ രാത്രി. ഹി ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. അവന് എന്താണ് ഓരോ സംഭവങ്ങളും ഓരോ കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കുന്നതിനെ കുറിച്ചും അതിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനെ കുറിച്ചും എല്ലാം ചിന്തിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കും ആ സമയത്ത്.
ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. അവൻ്റെ കട്ടിന് താഴെയായിട്ട്, ബെഡിന് താഴെയായിട്ട് ഒരു ഒരു ടോയ് ട്രക്ക് ഉണ്ട്, കളിക്കുന്ന ഒരു ട്രക്ക് ഉണ്ട്. അതിൻ്റെ ടയറുകൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇറ്റ്സ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്, നമ്മുടെ കുപ്പികളുടെ അടപ്പില്ലേ, അതുകൊണ്ടാണ് അതിൻ്റെ ടയറുകൾ വെച്ചിട്ടുള്ളത്. അത് അവൻ്റെ കട്ടിലിന് താഴെയായിട്ട് വെക്കും. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ മ്യൂസിക് ഹി ഹേർഡ് ഓൺ ദ റേഡിയോ. അവന് റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഫാസിനേറ്റഡ് ആയിരുന്നു. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹി വുഡ് വണ്ടർ. ഇതിൽ നിന്ന് കേൾക്കുന്ന പാട്ടിലുള്ള പാട്ടുകാരും പാട്ടും ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവൻ എപ്പോഴും അത്ഭുതമായിരുന്നു. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. അവൻ ഈ ഓൾഡ് പഴയ റേഡിയോകൾക്കുള്ളിൽ നിന്നാണോ ഈ പാട്ട്, അതായത് പാടുന്ന ആളുകൾ ഈ റേഡിയോയുടെ ഉള്ളിലാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും, പഴയ റേഡിയോ ഒക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്, പൊളിച്ചു നോക്കിയിട്ടുണ്ട്. ആസ് ഹി ലേ awake his grandpa's tales of magic flashed through his mind. അവൻ അങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരും. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറീസ് സീം ടു ട്വീർ ബിഫോർ ഹിസ് ഐസ്. മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രേത കഥകളിലുള്ള ഡാൻസേഴ്സ് ഒക്കെ, അതായത് നൃത്തം ചെയ്യുന്ന ആളുകളൊക്കെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ കൺമുന്നിൽ വന്ന് നിന്ന് ട്വേൾ ചെയ്യുന്നത് പോലെ, ഇങ്ങനെ വട്ടം കറങ്ങുന്നത് പോലെയൊക്കെ അവന് തോന്നും. ഇനി പേജിൽ തന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ 1, വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? ആ നാട്ടിലുള്ള ആളുകൾ നേരത്തെ ഉറങ്ങാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? വില്ലേജേഴ്സ് വെന്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ദർ വർ നോ ഇലക്ട്രിസിറ്റി ഇൻ ദെയർ വില്ലേജ്. കാരണം അവരുടെ വില്ലേജിൽ കറണ്ട് ഇല്ലായിരുന്നു. ക്വസ്റ്റ്യൻ 2, വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? വില്യം എന്തിനാണ് പഴയ റേഡിയോകളൊക്കെ പൊളിച്ചു നോക്കിയത്? ബിക്കോസ് ഹി വാസ് ക്യൂരിയസ് ടു ഫൈൻഡ് ഔട്ട് വേർ ആർ ദ സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ്. കാരണം അതിൽ നിന്ന് കേൾക്കുന്ന പാട്ടിലെ പാട്ടുകാരും പാട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി അവനുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്റ്റോറിയുടെ ബാക്കി നോക്കാം. ആസ് വില്യം വർക്ക്ഡ് ഇൻ ദ ഫീൽഡ്സ് അറ്റ് ഡോൺ ഹി ഇമാജിൻഡ് ഹി കുഡ് സീ മാജിക്കൽ ബീങ്സ് അമംഗ് ദ റോസ് ഓഫ് മെയ്സ്. വില്യം അതിരാവിലെ എഴുന്നേറ്റ് അവരുടെ ഫീൽഡിലേക്ക്, പാടത്തേക്ക് ഇറങ്ങുമ്പം എന്തിൻ്റെ പാടാം മക്കളെ? ഓഫ് മെയ്സ് കേട്ടോ, ചോളത്തിൻ്റെ പാടമാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ വരികളിലൊക്കെ അവന് കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള സ്റ്റോറികളിലുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു നിൽക്കുന്നുണ്ടെന്ന് വില്യമിന് തോന്നാറുണ്ട്. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദ പാത്ത് ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മേഡ് ദം ഗോ. ട്രക്കുകൾ, അതായത് വലിയ വണ്ടികളൊക്കെ റോഡിലൂടെ കുതിച്ചു പായുന്ന സമയത്ത് ഇതിൻ്റെ എൻജിനുകൾ എങ്ങനെയാണ് ഈ വാഹനങ്ങളെ വർക്ക് ചെയ്യിക്കുന്നത് എന്ന സംശയവും അവനുണ്ടാവാറുണ്ട്. ലുക്ക് where you throw your hoe, his father would shout, shaking him out of his dreamy thought. Look where you throw your hoe. നിന്റെ ഹോ എന്ന് വെച്ചാൽ കൃഷിക്ക് അല്ലെങ്കിൽ പൂന്തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് നീ എവിടെയാ വെച്ചത്, അല്ലെങ്കിൽ എവിടെയാ കൊണ്ട് കളഞ്ഞത് എന്ന് ഫാദർ അവനോട് ചോദിക്കും. എന്നിട്ട് അവനെ ഷെയ്ക്ക് ചെയ്തിട്ട്, അവനൊന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൻ്റെ സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ആലോചനകളിൽ നിന്ന് അവനെ ഉണർത്തും. ബട്ട് ദ മാജിക്കൽ ബീങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. പക്ഷേ വില്യമിൻ്റെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന ഈ മാജിക്കൽ സംഭവങ്ങളൊന്നും, അതായത് അത്ഭുത ശക്തിയുള്ള ഈ സംഭവങ്ങളൊന്നും തന്നെ അവൻ്റെ നാട്ടിൽ മഴ കൊണ്ടുവന്നില്ല. വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്കോച്ച് ദ ഫീൽഡ്സ്. വെള്ളമില്ലാതെ ആംഗ്രി സൺ, അതായത് ദേഷ്യപ്പെട്ട സൂര്യൻ അവിടെ ആകെ കരിച്ചു കളയാനായിട്ട് തുടങ്ങി. അതായത് വെയില് അത്രയ്ക്ക്, ചൂട് അത്രയ്ക്ക് കൂടി എന്നർത്ഥം. ദ ഫാർമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെന്റ് അൺആൻസർഡ്. കർഷകരുടെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം ഉത്തരമില്ലാതെ ആയിപ്പോയി. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. ചോളങ്ങളെല്ലാം എന്തായി? ഡസ്റ്റ് ആയിപ്പോയി, മണ്ണായിപ്പോയി എന്ന് വെച്ചാൽ കരിഞ്ഞ് ഇല്ലാതെ ആയിപ്പോയി. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻസ് ടു സ്റ്റാവ്. ഭക്ഷണമില്ലാതെ മലാവി എന്ന് പറയുന്ന ദേശം പട്ടിണി കിടക്കാനായിട്ട് തുടങ്ങി. സൂൺ വില്യംസ് ഫാദർ ഗ്യാദർഡ് ദ ചിൽഡ്രൻ ആൻഡ് സെഡ്, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal per day, മേക്ക് ഇറ്റ് ലാസ്റ്റ്. അപ്പോൾ അന്ന് മുതൽ വില്യമിൻ്റെ അച്ഛന് അവരുടെ കുട്ടികളെല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നു മുതൽ നമുക്ക് ദിവസത്തിൽ ഒരു ദിവസം മാത്രമേ ഭക്ഷണമുള്ളൂ. 2 നേരമോ 3 നേരമോ ഒന്നും കഴിക്കാൻ ഭക്ഷണമില്ല, ഒരു നേരം മാത്രമേ നമുക്ക് ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. In the evenings, they sat around the lantern and ate their handful of food, watching hungry people pass like spirits along the roads. വൈകുന്നേരമായി കഴിഞ്ഞാൽ അവർ ലാൻറ്റേണിന് താഴെ, ലാൻറ്റേൺ എന്ന് വെച്ചാൽ വിളക്കിന് താഴെ ഇരുന്നിട്ട് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ് ഉണ്ടായിരിക്കുള്ളൂ, അതായത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര ഭക്ഷണം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണ് കഴിക്കുന്നത്? വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്സ്. റോഡിലൂടെ നടക്കുന്ന, അതായത് വിശന്ന് നടക്കുന്ന ആളുകളെ കണ്ടിട്ട്, വിശന്ന് നടക്കുന്ന ആളുകൾ അവരൊരു ആത്മാക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് അവർ സങ്കടത്തോട് കൂടിയിട്ട് ആ ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ് കഴിച്ചു.
മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് റെയിൻ. പണവും എന്താണ്, മഴ പെയ്യുന്നതിന് തടസ്സമായിരുന്നു. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. ചില ഭാഗ്യശാലികളായ ചില കുട്ടികൾക്ക് മാത്രമേ സ്കൂളിലേക്ക് പോകാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നുള്ളൂ. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. വില്യം പകുതിക്ക് വെച്ച് പഠനം നിർത്തിയവരിൽ ഒരാളായിരുന്നു. അതായത് പണം ഇല്ലാത്തത് കൊണ്ട് അവന് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഫോർ വീക്സ് ഹി സർവ്ഡ് അണ്ടർ എ മാംഗോ ട്രീ. കുറച്ച് ദിവസങ്ങളിലൊക്കെ, കുറച്ച് ആഴ്ചകളൊക്കെ അവന് ആ സങ്കടത്തിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ, ഒരു മാവിന്റെ ചോട്ടിൽ സൾക്ക്ഡ് എന്ന് വെച്ചാൽ മിണ്ടാതെ ഇരുന്നു, സൈലന്റ് ആയിട്ട് ഇരുന്നു. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. അതിനുശേഷം അവന് റോഡിന് അപ്പുറത്തുള്ള റോഡിന് താഴെയായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നു. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻ പിക്ചേഴ്സ്. ആ ലൈബ്രറിയിൽ ഒരുപാട് സയൻസ് ബുക്കുകൾ ഉണ്ടായിരുന്നു. നല്ല ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുള്ള സയൻസ് ബുക്കുകൾ ഉണ്ടായിരുന്നു. വിത്ത് സം ഡിഫിക്കൽട്ടി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. വായിക്കാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് അവൻ എങ്ങനെ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. സൂൺ ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അതിനുശേഷം ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം അവന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. സയൻസ് ബുക്സ് ആണല്ലേ വായിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് എൻജിനുകൾ വാഹനങ്ങളിൽ വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ അതുപോലെ റേഡിയോകളിൽ നിന്ന് മ്യൂസിക് എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവന് ഈ ബുക്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് ഈ പേജിൽ തന്നിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്. വഴിയിലൂടെ ട്രക്കുകൾ പോകുമ്പോൾ വില്യം എന്തായിരുന്നു ചിന്തിച്ചിരുന്നത്? ഹി തോട്ട് അബൌട്ട് ഹൗ ദെയർ എൻജിൻസ് മേഡ് ദം ഗോ. ആ വണ്ടികളുടെ എൻജിനുകൾ എങ്ങനെയാണ് അവയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നായിരുന്നു വില്യം ചിന്തിച്ചത്. വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്. വില്യമിൻ്റെ അച്ഛൻ അവരുടെ കുടുംബത്തെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ വേണ്ടിയിട്ട്, അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് വില്യമിൻ്റെ ഫാദർ ചെയ്തത്? He informed the children that they are decided to have only one meal per day. ദിവസത്തിൽ ഒരു ദിവസം ഇനി ഒരു നേരം മാത്രമേ ഭക്ഷണം ഉണ്ടായിരിക്കുള്ളൂ എന്ന് കുട്ടികളോട് പറഞ്ഞു, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്സ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിലുള്ള സയൻസ് ബുക്സിൽ നിന്ന് വില്യം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഹി ലേൺ ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾ മ്യൂസിക് ഫ്രം ദ സ്കൈ. എങ്ങനെയാണ് എൻജിനുകൾ ഉള്ള വണ്ടികൾ റോഡിലൂടെ പോകുന്നതെന്നും അതുപോലെ റേഡിയോയിൽ നിന്ന് മ്യൂസിക് ഒക്കെ എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്നും വില്യം പഠിച്ചു. But what attracted him the most was the picture of a machine taller than the tallest tree he had seen. പക്ഷേ അവനെ അട്രാക്ട് ചെയ്തത് ഈ പഠിച്ച ഈ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? ഒരു മെഷീനിൻ്റെ ചിത്രമായിരുന്നു. ആ മെഷീന് അവന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മരത്തെക്കാട്ടിലും നീളമുള്ള ഒരു മെഷീനായിരുന്നു. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ. ഒരു ഫാനിനെ പോലെ വലിയ ബ്ലേഡുകൾ അതിനുണ്ടായിരുന്നു. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജയൻറ്റ് പിൻ വീൽ. ഒരു വലിയ ഭീമാകാരമായൊരു പിൻവീലിനെ പോലെയായിരുന്നു ആ മെഷീന് കാണാനുണ്ടായിരുന്നത്. വില്യം റീഡ് ഓൺ. വില്യം വായിച്ചു. ഹി ലേൺ ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പമ്പ്ഡ് വാട്ടർ. ആ മെഷീന് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന മെഷീനാണെന്ന് അവന് വായിച്ചപ്പോൾ മനസ്സിലായി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. വില്യം അവൻ്റെ കണ്ണുകൾ അടച്ചു. ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. ആ മെഷീനിൽ നിന്ന് തണുത്ത വെള്ളം ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതായിട്ട് അവന് ഇമാജിൻ ചെയ്തു. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിംഗ് ദ മേസ് ടോൾ ആൻഡ് ഗ്രീൻ. ആ വെള്ളം അതിലൂടെ ചോളത്തിൻ്റെ പാടത്തിലൂടെ അല്ലെങ്കിൽ ഫീൽഡിലൂടെ കുതിച്ചു പോയിട്ട്, അതായത് മെയ്സിനൊക്കെ വെള്ളം കിട്ടി അത് നല്ല പച്ച നിറത്തിലും വലുതായി ഉണ്ടാവുന്നതൊക്കെ അവനിങ്ങനെ സ്വപ്നം കണ്ടു. ദ വിൻ മിൽ വാസ് മോർ ദാൻ എ മെഷീൻ. ആ വിൻമില്ല് ഒരു വലിയ മെഷീനെക്കാട്ടിലും വലുതായിരുന്നു. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. ഇത് വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമാണെന്ന് വില്യമിന് തോന്നി. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്. വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുമെന്ന് വില്യം അവനോട് തന്നെ പറഞ്ഞു. ദ ജങ്ക്യാർഡ് ഇൻ ദ വില്ലേജ് വാസ് എ ട്രഷർ ഹൗസ് ടു വില്യം. ജങ്ക്യാർഡ്, അവരുടെ വില്ലേജിലുള്ള ഈ ജങ്ക്യാർഡ്, അതായത് പഴയ വസ്തുക്കളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ആക്രിക്കട പോലെയുള്ള ഒരു സ്ഥലം, അത് വില്യമിന് അവിടെ ഒരു ട്രഷറായിരുന്നു. അത് വലിയൊരു നിധിയായിട്ട് വില്യമിന് തോന്നി. കാരണം എന്താണ്? ബിക്കോസ് ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. ഈ ഇലക്ട്രിക് വിൻമിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മെഷീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ക്രാപ്പ് ഐറ്റംസ് അവന് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടർ, ഫാൻ ഓർ സം പൈപ്പ്. ട്രാക്ടർ, ഫാന്, പൈപ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഒറ്റയ്ക്ക് തനിയെ തന്നെ അവൻ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾസ് ഹി ഹാഡ് ടു റിമൂവ്. പക്ഷേ ബിയറിങ്സും ബോൾട്ടും പോലെയുള്ള സാധനങ്ങൾ മറ്റു വസ്തുക്കളിൽ നിന്ന് അവൻ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കണമായിരുന്നു. ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി. അതിന് വേണ്ടിയിട്ട് അവന് വല്ലാതെ കഠിനാധ്വാനം ചെയ്തു. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. ഇലക്ട്രിക് വിൻഡിനുള്ള ടയർ, വീല്, ചക്രം എന്തായിരുന്നു? വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം എന്താ? ജങ്ക്യാർഡിൽ നിന്ന് അവൻ അതിനുള്ള വീല് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. പക്ഷേ ഒടുവിൽ ഒരുപാട് തർക്കിച്ചുകൊണ്ട്, റാംഗ്ലിംഗ് എന്ന് വെച്ചാൽ തർക്കിച്ചുകൊണ്ട്, അവന് അത് കിട്ടി, ആ വീല് കിട്ടി. എങ്ങനെയാ കിട്ടിയത്? വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസിക്കിൾ. വില്യമിൻ്റെ അച്ഛൻ അവർക്കുണ്ടായിരുന്ന ബൈസിക്കിളിൽ നിന്ന്, സൈക്കിളിൽ നിന്ന് ഒരു വീൽ എടുക്കാനായിട്ട് വില്യമിനോട് പറഞ്ഞു. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അത് വലിയൊരു ത്യാഗമായിരുന്നു. ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. ബൈസിക്കിൾ അവൻ്റെ വീട്ടിലുള്ള ആകെയുള്ള ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ആ ബൈസിക്കിളായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു ടയർ നീ എടുത്തു എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തത്, വില്യമിനോട് പറഞ്ഞത് വലിയൊരു സാക്രിഫൈസ് ആയിട്ട് തന്നെ മാറി. നമുക്ക് ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ നിന്ന് വായിച്ച പുസ്തകത്തിൽ അവൻ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു? The picture of a machine taller than the tallest tree he had seen. It had huge blades like a fan. It looked like a giant pinwheel. Next question. Why did William think the windmill was more than just a machine? ആ വിൻമില്ല് ഒരു മെഷീനപ്പുറം വലിയൊരു സംഭവമാണ് എന്ന് വില്യമിന് തോന്നാനായിട്ടുള്ള കാരണം എന്തായിരുന്നു? ബിക്കോസ് ഫോർ ഹിം ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. കാരണം അവനത് വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമാണെന്ന് അവന് തോന്നി. വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്. വില്യം ജങ്ക്യാർഡിലേക്ക് പോയത് എന്തിനായിരുന്നു? വില്യം വെന്റ് ടു ദ ജങ്ക്യാർഡ് വിത്ത് ആൻ ഐഡിയ ദാറ്റ് ഹി കുഡ് കളക്ട് ദ റോ മെറ്റീരിയൽസ് ഫ്രം ദർ. അവിടെ നിന്ന് കുറച്ച് പഴയ വസ്തുക്കൾ കളക്ട് ചെയ്യാനായിരുന്നു അവന് പോയത്. ഗോ അവേ, വില്യം ഷൗട്ടഡ് ടു ദ ബേർഡ്സ് ആൻഡ് സ്പൈഡേഴ്സ് വിച്ച് ഹാഡ് മെയ്ഡ് ദ ജങ്ക്യാർഡ് ദെയർ ഹോം. അപ്പോൾ എന്താണ്, ജങ്ക്യാർഡിലുള്ള ബേർഡ്സിനോടും സ്പൈഡേഴ്സിനോടൊക്കെ അവൻ എന്ത് പറഞ്ഞു? ഗോ അവേ, ഇവിടെ നിന്ന് പോവെന്ന് പറഞ്ഞല്ലേ. കാരണം അതെല്ലാവർക്കും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എലിയും ഡോഗും സ്പൈഡറും ഹനും ഒക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ അവയൊക്കെ വില്യം അവിടെ നിന്ന് ഓടിക്കാനായിട്ട് ശ്രമിച്ചു. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസഷൻസ് ഹോം, ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ ഹി ഈസ് ക്രേസി, ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. അപ്പോൾ വില്യം ഈ ജങ്ക്യാർഡിലുള്ള വസ്തുക്കളെ കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തപ്പിത്തരഞ്ഞ്, അതായത് ഈ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്നത് കണ്ടിട്ട് ആ നാട്ടിലുള്ള ഗ്രാമവാസികളൊക്കെ എന്ത് പറഞ്ഞു? ഹീസ് എ ക്രേസി, അവന് ഭ്രാന്താണ്. കാരണം ഭ്രാന്തുള്ള ആളുകൾ മാത്രമേ ഇതുപോലെ ട്രാഷിൽ, അതായത് വേസ്റ്റുകളിൽ വന്നിട്ട് കളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആഫ്റ്റർ മെനി വീക്സ് വില്യം അറേഞ്ച്ഡ് ഹിസ് പീസസ് ഇൻ ദ ഡേർട്ട്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വില്യം അതിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള പീസസ് ഒക്കെ എന്ത് ചെയ്തു? ഒരു മണ്ണിൽ വന്നിട്ട്, അതായത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ട് അവന് ജോയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. എ ബ്രോക്കൺ ബൈസിക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നു അതിൽ. ദർ വാസ് ഈവൻ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ ജനറേറ്ററും ഉണ്ടായിരുന്നു. 3 days he bolted, banged and tinkered. അങ്ങനെ അവിടെ നിന്ന് 3 ദിവസം അവനെ ഓരോന്നായിട്ട് നട്ട് ബോൾട്ടൊക്കെ കണക്ട് ചെയ്യാനും അതിലടിക്കാനായിട്ടും, പിന്നെന്താണ് ടിങ്കേർഡ് എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യുന്നതിനെയാണ് കേട്ടോ പറയുക. അതിനൊക്കെ ആയിട്ട് അവന് 3 ദിവസം പിടിച്ചു. ചിക്കൻ സ്ക്വീക്ഡ്, കോഴികളൊക്കെ സ്ക്വീക്ക് ചെയ്യാന്ന് പൊട്ടിച്ചിരിച്ചു, അല്ലെങ്കിൽ കോഴികൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് സ്ക്വീക്ഡ് എന്ന് പറയാം. ഡോഗ്സ് ഹോൾഡ്, ഡോഗ്സ് ഓരിയിടാനായിട്ട് തുടങ്ങി. ആ നെയ്ബേഴ്സ് ഷൂക്ക് ദെയർ ഹെഡ്സ്, അയൽവാസികളൊക്കെ, വില്ലേജേഴ്സൊക്കെ അത് കണ്ടിട്ട് അവർ ഇങ്ങനെ ജസ്റ്റ് തല കുലുക്കിയിട്ട് എന്താണ്, വാട്ട്സ് ദ ക്രേസി ബോയ് ഡൂയിങ് നൗ, ഈ ഭ്രാന്തുള്ള ചെക്കൻ എന്താ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള മട്ടിൽ അവർ തല കുലുക്കി. ദ നെയ്ബേഴ്സ് ആസ്ക്ഡ് ദെംസെൽവ്സ്, നെയ്ബേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. ബട്ട് ഹിസ് കസിൻ ജോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. പക്ഷെ അവൻ്റെ കസിനായിട്ടുള്ള ജോഫ്രിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗിൽബർട്ടും അവൻ്റെ അടുത്തേക്ക് വന്നു. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻഡ്, ദേ ആസ്ക്ഡ് ഹിം. അപ്പോൾ അവർക്ക് ഇത് കണ്ടപ്പോൾ എന്ത് മനസ്സിലായി? ഇതൊരു ഇലക്ട്രിക് വിൻഡാണെന്ന് അവർക്ക് മനസ്സിലായി. അവരവനോട് ചോദിച്ചു, ഞങ്ങളും കൂടെ സഹായിക്കണോ എന്ന് ചോദിച്ചു. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മഴു എടുത്തിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് വില്യം അവരോട് പറഞ്ഞു. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്, അവരെ എന്നിട്ട് കാട്ടിലേക്കാണ് കൊണ്ടുപോയത്. ടുഗെദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രങ്ക്സ് ഓഫ് ട്രീസ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ മഴു എടുത്തിട്ട് കാട്ടിലുള്ള ഒരു മരത്തിൻ്റെ ഒരു തടിയിൽ ബ്ലേഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻഡ്മിൽ. എന്നിട്ട് വലിയ തടി കഷ്ണങ്ങൾ എടുത്തിട്ട് അത് വിൻഡ്മില്ലിൻ്റെ
എന്താ പറയുക ടവറാക്കി, അതായത് വിൻമിൽ വെക്കുന്ന മരക്കഷ്ണത്തിലാണല്ലോ വെക്കുക, അതാക്കി. ദ ഇറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സഡ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്. അവർ എന്നിട്ട് ആ മരത്തടിയുടെ അറ്റത്തായിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് ഇത് ഇറക്റ്റ് ചെയ്തു, കുത്തനെ നിർത്തി. ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി? വില്യമിന് ഭ്രാന്താണെന്ന് നാട്ടുകാർ പറയാൻ അല്ലെങ്കിൽ അവർക്ക് തോന്നാൻ കാരണം എന്തായിരുന്നു? ബിക്കോസ് വില്യം വാസ് കളക്ടിങ് തിങ്സ് ഫ്രം ജങ്ക്യാർഡ്. കാരണം വില്യം ജങ്ക്യാർഡിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻമിൽ? വിൻമില്ലിന് വേണ്ടി ടവർ വില്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വില്യം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കട്ട് ട്രങ്ക്സ് ഓഫ് ട്രീസ് ആൻഡ് മെയ്ഡ് ലോങ് പ്ലാങ്ക്സ്. ദ ഹാമർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ ദ വിൻമിൽ. വില്യമും അവൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് മരങ്ങൾ മുറിച്ചിട്ട്, അതിൽ നിന്നുള്ള ശിഖരങ്ങൾ മുറിച്ചിട്ട് വലിയൊരു തടിയാക്കി മാറ്റി. എന്നിട്ട് അത് ഹാമർ ചെയ്തിട്ട്, അതായത് ആണി വെച്ചിട്ട് ചുറ്റി കടിച്ച് മേടിയിട്ട് എന്ത് ചെയ്തു, അത് വിൻമില്ലിൻ്റെ ടവറാക്കി മാറ്റുകയാണ് ചെയ്തത്. വില്യം ഹാഡ് മെയ്ഡ് എ റൂഡ് മോട്ടോർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺ ദ ബ്ലേഡ്സ്. അപ്പോൾ കാറ്റ് തട്ടിയിട്ട് ഈ ബ്ലേഡ് തിരിയുന്ന സമയത്ത് അതിന് വേണ്ടുന്ന മോട്ടോറും വില്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹി കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടോർ ടു എ ബൾബ്. എന്നിട്ട് കാറ്റിൻ്റെ ശക്തി കൂടി വന്നപ്പോൾ, അതായത് ഈ ബ്ലേഡിനെ കറക്കാൻ മാത്രമുള്ള ശക്തി കാറ്റിന് ഉണ്ടായി വന്നപ്പോൾ വില്യം എന്ത് ചെയ്തു, ഈ മോട്ടോറിൽ നിന്ന് ഒരു ബൾബ് കണക്ട് ചെയ്തു. വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. ലൈറ്റ് എന്നിട്ട് ഇതിൻ്റെ കാറ്റ് വീശുന്ന സമയത്ത് ഈ ലൈറ്റ് കത്തുന്നത് കണ്ടിട്ട് വില്യമും ജോഫ്രിയും ഗിൽബർട്ടൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നു. ഇറ്റ് ഗ്ലോഡ് ഫെയിൻലി അറ്റ് ഫസ്റ്റ്. ആദ്യം ഇത് ഫെയിൻ്റ് ആയിട്ടാണ്, അതായത് മങ്ങിയ രീതിയിലാണ് കത്തിയത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. പക്ഷേ കാറ്റിൻ്റെ ശക്തി കൂടി വന്നപ്പോൾ ഈ ബൾബ് വളരെ നന്നായിട്ട്, ഒരു സൂര്യനെ പോലെ അത്രയും പ്രകാശത്തിൽ തന്നെ ഈ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് കണ്ടു. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലോക്കേഴ്സ് ഷൗട്ടഡ്. സൂൺ എവ്രിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. അപ്പോൾ അവിടെ കൂടി നിന്ന് നോക്കുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു, വെൽ ഡൺ, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. വൈകാതെ തന്നെ എല്ലാവരും സന്തോഷം കൊണ്ട് ചിയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്കാറ്റിക്കലി. ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കി എന്ന് വില്യം വളരെ അതിയായ സന്തോഷത്തോടു കൂടിയിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. പക്ഷേ വില്യമിന് അറിയാമായിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്ന്. ഹി ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻഡ്മിൽ. ഈ വിൻഡ്മിൽ വെച്ചിട്ടൊരു ബൾബ് കത്തിക്കാൻ മാത്രമേ വില്യമിന് സാധിച്ചിട്ടുള്ളൂ. ബട്ട് ഹി ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. അത് അവൻ്റെ തുടക്കം മാത്രമായിരുന്നു. Soon another more powerful windmill would work a pump. It would water the fields in his village, creating food where once there was none. It would be a more wonderful magic than what he had heard in his grandpa's stories. ഇത് വൈകാതെ തന്നെ അവരുടെ ഇതിൽ നിന്ന്, മോട്ടോറിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള ഇൻവെൻഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നും കണ്ടുപിടിക്കാൻ പറ്റുമെന്നും ഉള്ള പ്രതീക്ഷ വില്യമിനുണ്ടായിരുന്നു. അത് അവൻ്റെ ഗ്രാൻഡ്പ പറഞ്ഞു കൊടുത്ത മാജിക്കൽ സ്റ്റോറീസിനെക്കാട്ടിലും എല്ലാം പ്രധാനമായിട്ടുള്ള വലിയൊരു ഹിസ്റ്ററി ആവുക തന്നെ ചെയ്യും. ഇനി നമുക്ക് ഈ പേജിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ ഡിഡ് ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എപ്പോഴാണ് നോക്കി നിന്ന ആളുകൾ ചിയർ ചെയ്യാനായിട്ട് തുടങ്ങിയത്? The onlookers started to cheer when they saw William lighted the bulb with his windmill. ആ വിൻമിൽ ഉപയോഗിച്ച് വില്യം ഒരു ബൾബ് പ്രകാശിപ്പിച്ച സമയത്താണ് അവിടെ നോക്കി നിന്നവർ സന്തോഷം കൊണ്ട് ചിയർ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? തൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ വിൻമില്ലെന്ന് വില്യമിന് തോന്നാൻ കാരണം എന്താണ്? Because his aim was to create a more powerful windmill capable of pumping water to the fields of his village. കാരണം അവൻ്റെ വില്ലേജിലേക്ക് വെള്ളം എത്തിക്കാൻ പാകത്തിലുള്ള വലിയൊരു വിൻമില്ല എന്നതായിരുന്നു വില്യമിൻ്റെ സ്വപ്നം. ഇത് ഒരു ലൈറ്റ് പ്രകാശിപ്പിക്കുന്ന വിൻമില്ല് മാത്രമാണ്. അതിന് പകരമായിട്ട് തൻ്റെ നാട്ടിലുള്ള മുഴുവൻ കൃഷിയിടത്തിലേക്കും വെള്ളം എത്തിക്കാൻ പാകത്തിലുള്ള വിൻമിൽ എന്നതായിരുന്നു വില്യമിൻ്റെ സ്വപ്നം. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളെ ഈ സ്റ്റോറി. ഇനി നമുക്കതിലുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. ആർ യു ഇൻസ്പയർഡ് ബൈ വില്യം സ്റ്റോറി? നിങ്ങൾ വില്യമിൻ്റെ സ്റ്റോറിയിൽ ഇൻസ്പയർഡ് ആയോ? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് താഴെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പേർഡ് ടു ഹിംസെൽഫ്. ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കും എന്ന് വില്യം അവനോട് തന്നെ പറഞ്ഞു. നൗ ഇറ്റ്സ് യുവർ ടേൺ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ കമ്മ്യൂണിറ്റി.
What ideas can you contribute to make your community a better place using the following hints? ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഹിൻസ് ഒന്നുകിൽ വില്ലേജ് ലൈബ്രറി, ഗാർഡനിങ് പ്രോജക്റ്റ്, വില്ലേജ് ന്യൂസ് ലെറ്റർ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് പുതുതായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഗിവൺ. എ വില്ലേജ് ലൈബ്രറി, അതിനായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കവിടെ തന്നിട്ടുണ്ട്. ഒരു വില്ലേജ് ലൈബ്രറി തുടങ്ങുന്നതിൻ്റെ കുറിച്ചിട്ടുള്ളതാണ് നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. വായിച്ചു നോക്കൂ. വാട്ട് ക്യാൻ വി ഡു, നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ബിൽഡ് എ സ്മോൾ ലൈബ്രറി ഇൻ ദ വില്ലേജ്, ഒരു ചെറിയ ലൈബ്രറി വില്ലേജിൽ തുടങ്ങുക. പിന്നെ ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്, അതെങ്ങനെ സഹായിക്കും കുട്ടികളെ? കിഡ്സ് ക്യാൻ എൻജോയ് റീഡിങ് ഫൺ സ്റ്റോറീസ് ആൻഡ് ലേൺ എക്സൈറ്റിംഗ് ന്യൂസ് തിങ്, കുട്ടികൾക്ക് ഫൺ സ്റ്റോറീസ് ഒക്കെ വായിക്കാനും അതിൽ നിന്നുള്ള പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് പ്ലേസ് എ ബിഗ് ബോക്സ് ഫോർ വില്ലേജേഴ്സ് ക്യാൻ ഡൊണേറ്റ് ബുക്സ്, ഒരു വില്ലേജിൽ ഒരു വലിയ ഒരു ബോക്സ് സ്ഥാപിക്കുക, അതിൽ വില്ലേജേഴ്സിന് പുസ്തകങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എവ്രി വൺ ക്യാൻ ഷെയർ ദൈ ഫേവറേറ്റ് ബുക്സ് ആൻഡ് ഐഡിയാസ്, അതുപോലെ എല്ലാവർക്കും ഒരു ലൈബ്രറി തുടങ്ങുന്നതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സും ഐഡിയാസും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു വില്ലേജ് ന്യൂസ് ലെറ്റർ തുടങ്ങുന്ന ഇതിനെക്കുറിച്ചാണ് കേട്ടോ. നമുക്കതിന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? വാട്ട് ക്യാൻ വി ഡു? സ്റ്റാർട്ട് എ വില്ലേജ് ന്യൂസ് ലെറ്റർ ടു ഷെയർ ന്യൂസ്, ഇവൻറ്റ്, സെലിബ്രേഷൻസ് എക്സെട്ര റിലേറ്റഡ് ടു ദ വില്ലേജ്. ആദ്യം വില്ലേജിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസും ഇവൻറ്റ്സും സെലിബ്രേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വില്ലേജേഴ്സ് ടു ഷെയർ ദെയർ ഐഡിയാസ്, സ്റ്റോറീസ്, എക്സ്പീരിയൻസ് എക്സെട്ര. ഈ വില്ലേജിലുള്ള ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസും ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്, എങ്ങനെയാണ് അത് സഹായിക്കുക? Help the villagers to know about the activities and changes of that village, make them more active participants, and everyone will be treated equally. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. വാട്ട് ക്വാളിറ്റീസ് ഇൻ ദം അട്രാക്റ്റീവ്. ഈ സ്റ്റോറിയിലെ കുറച്ച് ക്യാരക്ടേഴ്സിന് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അവരുടെ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തത് എന്ന് എഴുതണം. ആദ്യത്തേത് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വില്യമാണ്. വില്യമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഹീസ് ക്രിയേറ്റീവ്, ദെൻ ഡിറ്റർമൈൻഡ്, റിസോഴ്സ്ഫുൾ. ദെൻ സെക്കൻഡ് ക്യാരക്ടർ വില്യംസിൻ്റെ ഫാദറാണ്. വില്യംസ് ഫാദർ പ്രാക്ടിക്കൽ, കെയറിങ് ആൻഡ് സപ്പോർട്ടീവ്. ദെൻ ഗിൽബർട്ട് ആൻഡ് ജോഫ്രി ലോയൽ, ഹെൽപ്ഫുൾ, ഹാർഡ് വർക്കിംഗ്. അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ മക്കളെ. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കൂ. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ള ക്വാളിറ്റീസ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം വില്യമിനെ കുറിച്ച് എന്തെഴുതാം? വില്യം ഈസ് എ ഡിറ്റർമൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് ബോയ് ഹു ബിൽറ്റ് എ വിൻമിൽ ടു സേവ് ഹിസ് വില്ലേജ്. William's father is a very supportive man who cares for his family. Geoffrey and Gilbert are loyal friends who helped William to build the windmill. Okay. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ മക്കളെ. Some events from the story are given. Read them carefully and arrange the events in order. Write them in the given space below. നമുക്ക് സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ഡിസോർഡർ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർഡറിൽ എഴുതി കൊടുക്കണം. ഹി സോ ദ പിക്ചർ ഓഫ് എ വിൻമിൽ ആൻഡ് ഡിസൈഡഡ് ടു ബിൽഡ് വൺ. അവനൊരു വിൻമില്ലിൻ്റെ പിക്ചർ കണ്ടു, അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ഹി ബിൽഡ് എ വിൻമിൽ ആൻഡ് യൂസ്ഡ് ഇറ്റ് ടു ലൈറ്റ് എ ബൾബ്. അവനൊരു വിൻമിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു ബൾബ് കത്തിച്ചു. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാവ്. ഭക്ഷണമൊന്നും കിട്ടാതെ മലാവി പട്ടിണി കിടക്കാനായിട്ട് തുടങ്ങി. ഹി ഫൗണ്ട് എ ലൈബ്രറി ആൻഡ് ലേൺഡ് അബൌട്ട് സയൻസ്. അവനൊരു ലൈബ്രറി കണ്ടെത്തുകയും അതിൽ നിന്ന് സയൻസിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. വില്യം കളക്റ്റഡ് ഓൾ പാർട്സ് ഓഫ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫ്രം എ ജങ്ക്യാർഡ്. ജങ്ക്യാർഡിൽ നിന്ന് വില്യം ഓൾഡ് മെഷീൻസും അതിലുള്ള ടൂൾസും ഒക്കെ ശേഖരിക്കാനായിട്ട് തുടങ്ങി. വില്യം ഹാഡ് ടു സ്റ്റോപ്പ് ഗോയിങ് ടു സ്കൂൾ ബിക്കോസ് ഹിസ് ഫാമിലി ഹാഡ് നോ മണി. തൻ്റെ ഫാമിലിയിൽ ആവശ്യത്തിനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ വില്യമിന് സ്കൂളിൽ പോവാനോ പഠിക്കാനോ ആയിട്ട് സാധിച്ചില്ല. ഇനി നമുക്കിത് ഓർഡറിൽ എഴുതി കൊടുക്കാം. ഇതെങ്ങനെയാണ് മക്കളെ ഓർഡറിൽ വരിക? 1. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാവ്. 2. William had to stop going to school because his family had no money. 3. He found a library and learned about science. 4. He saw the picture of a windmill and decided to build one. 5. William collected old parts of machines and tools from a junkyard. 6. He built a windmill and used it to light a bulb.
അടുത്തതായിട്ട് ആക്ടിവിറ്റി 4 നോക്കൂ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. നമുക്ക് സ്റ്റോറിയിൽ നിന്നുള്ള 2 സെൻറ്റൻസ് താഴെ തന്നിട്ടുണ്ട്. ജോഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. ക്യാൻ വി ഹെൽപ്പ് വിത്ത് ദ ഇലക്ട്രിക് വിൻ? ദേ ആസ്ക്ഡ്. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ. വില്യം സെഡ്. വൈ ഡു യു തിങ്ക് വില്യം ഡിസൈഡഡ് ടു ഇൻവോൾവ് ഹിസ് ഫ്രണ്ട്സ് ഇൻ മേക്കിംഗ് ദ വിൻമിൽ? അവൻ്റെ ഫ്രണ്ട്സിനെ കൂടെ ഈ വിൻമിൽ ഉണ്ടാക്കുന്നതിൽ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കാമെന്ന് വില്യമിന് എന്തുകൊണ്ടായിരിക്കാം തോന്നിയത്? ക്യാൻ യു തിങ്ക് ഓഫ് സിറ്റുവേഷൻസ് ഫ്രം യുവർ ലൈഫ് where you can do things alone in groups? Write them down. നിങ്ങൾക്ക് അതുപോലെ ഗ്രൂപ്പായിട്ടും അല്ലെങ്കിൽ തനിയെയും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ചില കാര്യങ്ങൾ നമുക്ക് തനിയെ ചെയ്യാൻ കഴിയും, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് തിങ്സ് ഐ ക്യാൻ ഡു എലോൺ. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? റീഡ് എ ബുക്ക്, ഡ്രോ എ പിക്ചർ, ഹിയർ മ്യൂസിക്, വാച്ച് ടെലിവിഷൻ, റൈറ്റ് സ്റ്റോറി. ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാം അല്ലേ. തിങ്സ് ഐ ലവ് ടു ഡു ഇൻ ഗ്രൂപ്പ്സ്. ഇനി ഗ്രൂപ്പിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗോ ഫോർ എ പിക്നിക്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, പ്ലേ ഫുട്ബോൾ, വർക്ക് ഓൺ എ സ്കൂൾ പ്രൊജക്ട്, സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇതെല്ലാം നമുക്ക് ഗ്രൂപ്പ്സിൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. 5th ആക്ടിവിറ്റി നോക്കൂ. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. വില്യം അവൻ്റെ കണ്ണുകൾ അടച്ചു. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജയന്റ് പിൻവീൽ. അതൊരു ജയന്റ് പിൻവീൽ പോലെ ഉണ്ടായിരുന്നു. ഹി കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് ദ വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അപ്പം ഇവിടെ കുറച്ച് വേർഡ്സ് നമുക്ക് ബോൾഡ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലോസ്ഡ്, ലുക്ക്ഡ്, കെപ്റ്റ്, ടുക്ക്. ദീസ് ആർ ആക്ഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. അപ്പോൾ കഴിഞ്ഞൊരു സംഭവത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. അതായത് ചെയ്തു, അടച്ചു, കഴിഞ്ഞു, എടുത്തു എന്നൊക്കെ പാസ്റ്റ് ടെൻസ് ആണ് ഈ വേർഡ്സ് ഒക്കെ. The past forms of close and look can be formed by adding d or ed at the end. അപ്പോൾ ക്ലോസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ക്ലോസ്ഡ് എന്നാണ് അല്ലേ. അതായത് ലാസ്റ്റ് ഒരു ഡി ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ അതുപോലെ ലുക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ലുക്ക്ഡ് എന്നാണ്, ലാസ്റ്റ് ഇ ഡി ആണ് ചേർത്തത്. ദീസ് ആർ റെഗുലർ വേർബ്സ്. അപ്പോൾ ഇങ്ങനെ ഡി ഒ അല്ലെങ്കിൽ ഇ ഡി ഒ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിന് നമുക്ക് റെഗുലർ വേർബ്സ് എന്നാണ് പറയുക. അതായത് ഡിയോ ഇഡിയോ ചേർത്ത് ഒരു വേർബിനെ പാസ്റ്റ് ടെൻസ് ആക്കാമെങ്കിൽ ആ വേർബിനെ നമ്മൾ റെഗുലർ വേർബ് എന്ന് പറയും. The word kept and took are also action words in the past, but these words have no d or ed in their past forms. പക്ഷെ അതുപോലെ തന്നെയാണ് കെപ്റ്റും ടുക്കും. കീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെപ്റ്റ്. അപ്പോൾ കീപ്പ് എന്നുള്ളതിൽ പാസ്റ്റ് ആകുമ്പോൾ ഇ ഡിയെ ചേർത്തിട്ടില്ലല്ലോ, വേർഡ് തന്നെ ആകെ മാറി അല്ലേ. അതുപോലെ ടേക്ക് എന്നതിൻ്റെ പാസ്റ്റ് ആണ് ടുക്ക്. ഓക്കെ, അവിടെയും ഡിയോ ഇഡിയോ അല്ല ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡിയോ ഇഡിയോ ചേർക്കാതെ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിനെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്നാണ് പറയുക. ഇനി ക്വസ്റ്റ്യൻ എ. റീഡ് ദ ഫോളോയിങ് ലെറ്റർ ആൻഡ് ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസസ് വിച്ച് റെഫർ ടു ദ ആക്ഷൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. റൈറ്റ് ദം ഇൻ ദ സ്പേസ് ബിലോ. നമുക്ക് താഴെ ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള പാസ്റ്റ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡിയർ ഗ്രാൻഡ്മ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം. അപ്പോൾ ഞാൻ ഇന്നലെ അമ്മയോടുകൂടെ പാർക്കിലേക്ക് പോയി. അപ്പോൾ വെൻറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അതായത് ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. അതൊരു ഇറഗുലർ വേർബാണ് കേട്ടോ. വി പ്ലേഡ് ഓൺ ദ സൈഡ്. ഞങ്ങൾ റൈഡിൽ കളിച്ചു. പ്ലേ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പ്ലേഡ്. അതൊരു റെഗുലർ വെർബാണ്. അതായത് പ്ലേയിലേക്ക് ഇ ഡി ചേർത്തപ്പോൾ പാസ്റ്റ് ആയി, അതുകൊണ്ട് അതൊരു റെഗുലർ വെർബാണ്. ഷീ ബോട്ട് മീ സ്മോൾ പേഴ്സ്. അമ്മ എനിക്കൊരു ചെറിയ പേഴ്സ് വാങ്ങി തന്നു. ഷോ ബോട്ട് എന്നുള്ളത് ബൈ എന്നതിൻ്റെ വാങ്ങിക്കുക എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്, വാങ്ങി എന്ന്. അതൊരു ഇറഗുലർ വെർബാണ്. ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗെദർ. ലാസ്റ്റ് ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുറച്ച് കുക്കീസ് ഉണ്ടാക്കിയിരുന്നു, ബേക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബേക്ക്ഡ്. അതൊരു റെഗുലർ വേർബാണ്. നൗ ഐ ആം ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ. ഞാൻ ഇപ്പോൾ ഒരു ബൈസിക്കിൾ ഓടിക്കാൻ പഠിക്കുന്നുണ്ട്. ഡാഡി ടീച്ചേഴ്സ് മീ എവറി ഡേ. അച്ഛൻ എന്നെ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നുണ്ട്. ഐ മിസ് യു ഗ്രാൻഡ്മ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് ഇതിൽ പാസ്റ്റായിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിൽ വരുന്ന വേർബ്സ് ഇത്രയാണ് കേട്ടോ. മക്കൾക്ക് കുറച്ചുകൂടെ റെഗുലർ വേർബ്സിനും ഇറഗുലർ വേർബ്സിനും എക്സാമ്പിൾ ഞാനിവിടെ തരുന്നുണ്ട്. നോക്കിക്കേ, റെഗുലർ വേർബ്സിന് എക്സാമ്പിൾ ആണ് വോക്ക്, വോക്ക്ഡ്, ടോക്ക്, ടോക്ക്ഡ്, ലിസൺ, ലിസൺഡ്, ലേൺ, ലേൺഡ്, പ്ലേ, പ്ലേഡ്, ഹെൽപ്പ്, ഹെൽപ്ഡ്, സ്റ്റാർട്ട്, സ്റ്റാർട്ടഡ്, പിന്നെ ജംപ്ഡ്. ഇതൊക്കെ എഴുതാം കേട്ടോ. ഇറഗുലർ വേർബ്സിന് എക്സാമ്പിൾ ആണ് ഗോ, വെൻറ്റ്, ഗോയുടെ പാസ്റ്റ് വെൻറ്റ്, ടേക്ക്, ടുക്ക്, കം, കെയിം, സീ, സോ, ഗിവ്, ഗേവ്, ബൈ, ബോട്ട്, ഈറ്റ്, എയ്റ്റ്, നോ, ന്യൂ. ഇതെല്ലാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി അല്ല, ഇതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ആണ്.
Look at the words in the bowl, write their past forms and place them in the correct ice cream cone. One cone is for regular verbs and the other is for irregular verbs. അപ്പോൾ നല്ല ഐസ്ക്രീമിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ടല്ലേ മക്കളെ. അതിലൊരു ഐസ്ക്രീം റെഗുലർ വേർബ്സും മറ്റത് ഇറഗുലർ വേർബ്സും ആണ്. നമുക്കിവിടെ ബൗളിൽ കുറച്ച് സ്കൂപ്പ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് വേർഡ്സ് നോക്കൂ. സ്പീക്ക്, എഗ്രി, ടേൺ, ടീച്ച്, എക്സ്പ്ലോർ, കുക്ക്, ആക്റ്റീവ്, വിയർ, ഫ്ലൈ, ചോസ്. ഇത്രയാണ്. ഇതിൽ ഏതൊക്കെയാണ് റെഗുലർ വേർബ്സും ഏതൊക്കെയാണ് ഇറഗുലർ വേർബ്സും വരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നോക്കിക്കേ. സ്പീക്ക് ഒരു ഇറഗുലർ വേർബാണ്. സ്പീക്കിൻ്റെ പാസ്റ്റ് സ്പോക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇറഗുലർ വേർബാണ്. പിന്നെ എഗ്രിയുടെ പാസ്റ്റ് എഗ്രീഡ് ആണ്, അതൊരു റെഗുലർ വേർബാണ്. ടേണിൻ്റെ പാസ്റ്റ് ടേൺഡ് ആണ്, അതും റെഗുലർ ആണ്. ടീച്ചിൻ്റെ പാസ്റ്റ് ടോട്ട് ആണ്, അത് ഇറഗുലർ ആണ്. എക്സ്പ്ലോറിൻ്റെ പാസ്റ്റ് എക്സ്പ്ലോർഡ് ആണ്, അത് റെഗുലർ ആണ്. കുക്ക്ഡ് എന്നാണ്, അത് റെഗുലർ ആണ്. അറൈവ്ഡ് എന്നാണ്, അത് റെഗുലർ ആണ്. വിയറിൻ്റെത് വോർ എന്നാണ്, അത് ഇറഗുലർ ആണ്. ഫ്ലൈ ചോസ് ആണ്, അത് ഇറഗുലർ ആണ്. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ സി നോക്കൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ, ഡെവലപ്പ് എ സ്റ്റോറി യൂസിങ് ദ പാസ്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ. നമുക്ക് താഴെ ഒരു പിക്ചർ സ്റ്റോറി എഴുതാനാണ് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണല്ലേ. അതിൽ നിങ്ങൾക്ക് ആ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ താഴെ തന്നിട്ടുള്ള വേർഡ്സിൻ്റെ പാസ്റ്റ് ഫോമൊക്കെ യൂസ് ചെയ്യണം. സിറ്റ്, ലുക്ക്, റിക്വസ്റ്റ്, സിങ്, ഫോൾ ഡൗൺ, ക്യാച്ച്, ഗോ, ആസ്ക്, റൺ, ഡ്രോ, ഹോൾ, ഫ്ലൈ, ബിക്കം, ഫൈൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ട് വേണം. സ്റ്റോറി ഓൾറെഡി പാസ്റ്റിലാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. സിറ്റിൻ്റെ പാസ്റ്റ് സാറ്റ് ആണ്. ലുക്ക് ലുക്ക്ഡ്, റിക്വസ്റ്റഡ്, സിങ് സാങ്, ഫോൾ ഡൗണിൻ്റെത് ഫെൽ ഡൗൺ, ക്യാച്ചിൻ്റെത് കോട്ട്, ഗോ വെൻറ്റ്, ആസ്കിൻ്റെത് ആസ്ക്ഡ്, റണ്ണിൻ്റെത് റാൻ, ഡ്രോയുടേത് ഡ്രൂ, ഹോൾഡിൻ്റെത് ഹെൽഡ്, ഫ്ലൈയുടെ പാസ്റ്റ് ഫ്ലൂ, ബിക്കം ബിക്കെയിം, ഫൈൻഡ് ഫൗണ്ട്. ഇങ്ങനെയാണ് കേട്ടോ പാസ്റ്റ് ടെൻസ് വരുന്നത്. നമുക്ക് സ്റ്റോറി എഴുതാം. One day a crow found a piece of cake and flew with it on to a tree. ഒരു ദിവസം ഒരു കാക്ക ഒരു കേക്കിൻ്റെ കഷ്ണം കണ്ടു. അതെടുത്തിട്ട് ഒരു മരത്തിൻ്റെ ചില്ലയിലേക്ക് പറന്നുപോയി. A hungry fox saw the crow with the cake and he wanted it. ഒരു വിശന്ന ഫോക്സ് കുറുക്കന് ഈ കാക്കയുടെ കയ്യിലുള്ള കേക്ക് കണ്ടു. അവനത് വേണമായിരുന്നു. The fox looked up and said, "Dear crow, you sing so well. Can you sing for me?" പ്രിയപ്പെട്ട കാക്കേ, നീ നന്നായിട്ട് പാടുമല്ലോ, നീ എനിക്കൊരു പാട്ട് പാടിത്തരുമോ എന്ന് ആ ഫോക്സ് ചോദിച്ചു. The crow was very happy and he began to sing. ആ കാക്കയ്ക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് പാടാനായിട്ട് തുടങ്ങി. As the crow sang, the cake fell down from its beak. കാക്ക പാടാൻ തുടങ്ങിയതും കേക്ക് അതിൻ്റെ കൊക്കിൽ നിന്ന് താഴേക്ക് വീണു. The fox quickly caught the cake and ran away happily. ഫോക്സ് ആ കേക്ക് പെട്ടെന്ന് പോയി എടുത്തിട്ട് ദൂരേക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഓടിപ്പോയി. Activity 6. Read the following sentence. Notice the words in italics. Chicken squeaked, dogs howled, and neighbors shook their heads. അപ്പോൾ ഇവിടെ ചിക്കൻ സ്ക്വീക്ഡ് എന്നുള്ളതും ഹൗൾഡ് എന്നുള്ളതും നമുക്ക് ഇറ്റാലിയൻ ലെറ്റേഴ്സിലാണ് അല്ലേ തന്നിട്ടുള്ളത്. അത് രണ്ടും എന്താണ്? സ്ക്വീക്ഡ് എന്ന് പറയുമ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്ന സൗണ്ടാണ് സ്ക്വീക്ഡ്. ഡോഗ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിനെ ഹൗൾഡ് എന്നാണ് പറയുക. The words in italics are sounds made by chicken and dogs. Similarly, mew is the sound made by cat and whoosh is the sound made by the wind. അതുപോലെ തന്നെയാണ് ക്യാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ടിനെ മ്യൂ എന്നും കാറ്റിൻ്റെ സൗണ്ടിനെ വൂഷ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. There are many words like the above which represent sounds. ഇതുപോലെ സൗണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. താഴെ നോക്കിക്കുക മക്കളെ. It's raining outside. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. The raindrops pitter patter on the window. മഴത്തുള്ളികൾ വിൻഡോയിൽ പിറ്റർ പാറ്റർ, അതായത് മഴത്തുള്ളികൾ അടിക്കുന്ന ശബ്ദത്തെയാണ് ഇവിടെ പിറ്റർ പാറ്റർ എന്ന് പറയുന്നത്. The thunder goes boom in the sky. മിന്നലിന്റെ ശബ്ദത്തെ ബൂം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Hey, did you hear that buzz buzz? Buzz buzz എന്നുള്ള ശബ്ദം കേട്ടോ? There's a bee flying around the flowers. പൂക്കൾക്ക് ചുറ്റും ഒരു തേനീച്ച പറക്കുന്നുണ്ട്. അപ്പൊ ബീയുടെ ശബ്ദത്തെയാണ് ബസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Now pick out the appropriate sounds words from the list given below. Write them below the picture. നമുക്ക് താഴെ കുറച്ച് സൗണ്ട്സ് തന്നിട്ടുണ്ട്. വിസിൽ, ബാങ്, സ്പ്ലാഷ്, ഹിസ്, സിസിൽ, ക്ലിക്ക്, ബൂം, റിംഗ്, ബസ്. ഇതിൽ കുറച്ച് പിക്ചേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സിന് യോജിക്കുന്ന ശബ്ദം ഏതാണോ സൗണ്ട് ഏതാണോ അത് താഴെ എഴുതി കൊടുക്കാനാണ് ആക്ടിവിറ്റി. ആദ്യത്തേത് ഒരു കുട്ടി വെള്ളത്തിൽ കളിക്കുന്ന പിക്ചറാണല്ലേ. അത് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതിന് സ്പ്ലാഷ് എന്നാണ് പറയുക. പിന്നെ രണ്ടാമത്തേത് ഒരു പാനിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതാണ്, അതിന് സിസിൽ എന്നാണ് പറയുക. പിന്നെ തേർഡ് വൺ ക്യാമറയാണ്. ക്യാമറ ക്ലിക്കാണ്, എല്ലാവർക്കും അറിയാം അല്ലേ.
പിന്നെ ഫോണാണ്, ഫോൺ റിങ്, പിന്നെ സ്നേക്കിൻ്റെ സൗണ്ട് ഹിസ്സാണ്, പിന്നെ അവസാനത്തേത് വിസിൽ. ഏഴാമത്തെ ആക്ടിവിറ്റി നോക്കാം. അതിലെ എ ക്വസ്റ്റ്യൻ, ആകാശ് ആൻഡ് വീണ ആർ റിപ്പോർട്ടേഴ്സ്. They want to report about the village in Malawi. Look at the beginning of the report on the village. Complete the report. You may use the following hints. അതായത് ആകാശും വീണയും ന്യൂസ് റിപ്പോർട്ടേഴ്സാണ്. അവർക്ക് മലാവിയിൽ നടന്ന ഈ സംഭവം, അതായത് നമ്മുടെ വിൻമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഇൻസിഡന്റ് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് താഴെ പറഞ്ഞിട്ടുള്ള ഹിൻസ് യൂസ് ചെയ്യാം. ഫെയിലിയർ ഓഫ് ക്രോപ്സ്, ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, ലാക്ക് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ലിറ്റിൽ ഫുഡ് ടു ഈറ്റ്, സ്റ്റുഡൻസ് മിസ്സിംഗ് ദ ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. ഹിയർ പീപ്പിൾ ആർ ഫേസിംഗ് ഹാർഡ് ടൈംസ് വിത്ത് നോ റെയിൻ. ഇതിൻ്റെ ബാക്കി വേണം നമ്മൾ എഴുതി കൊടുക്കാൻ. ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. ആകാശും വീണയാണ് മലാവി എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിയർ പീപ്പിൾ ആർ ഫേസിങ് ഹാർഡ് ടൈംസ് വിത്ത് നോ റെയിൻ. ഇവിടെ ആളുകൾ മഴ കിട്ടാതെ വളരെ ദുഷ്കരമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദ ക്രോപ്സ് ഹാവ് ഫെയിൽഡ്. വിളകളെല്ലാം നശിച്ചു. സോ ദ ഫാമേഴ്സ് ഹാവ് നോ ഫുഡ് ടു സെൽ ഓർ ഇറ്റ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കഴിക്കാനോ വിൽക്കാനോ ആയിട്ട് ഒരു ഫുഡ് ഐറ്റംസും ഇല്ല. ദർ ഈസ് വെരി ലിറ്റിൽ ഫുഡ് ഇൻ ദ വില്ലേജ്. ഈ വില്ലേജിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മെനി ഫാമിലീസ് ആർ ഗോയിങ് ഹംഗ്രി എവറി ഡേ. ഒരുപാട് കുടുംബങ്ങൾ വിശപ്പിലൂടെയാണ് എല്ലാ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദർ ഈസ് നോ ഇലക്ട്രിസിറ്റി ഇൻ ദിസ് ഹൗസസ്. ഇവിടെയുള്ള വീടുകളിലൊന്നും കറണ്ട് ഇല്ല. അറ്റ് നൈറ്റ് പീപ്പിൾ ഹാവ് ടു സിറ്റ് ഇൻ ദ ഡാർക്ക്. രാത്രിയായാൽ ആളുകൾക്ക് ഇരുട്ടത്ത് ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ദർ ഈസ് ഓൾസോ നോ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. അത് മാത്രമല്ല ഇവിടെ കുടിക്കാനായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമില്ല. പീപ്പിൾ ഹാവ് ടു വോക്ക് വെരി ഫാർ ടു ഗെറ്റ് വാട്ടർ. ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ട അവസ്ഥയാണ്. ദ വാട്ടർ ഈസ് നോട്ട് സേഫ് ടു ഡ്രിങ്ക് ആൻഡ് സം പീപ്പിൾ ആർ ഗെറ്റിംഗ് സിക്ക്. അങ്ങനെ കിട്ടുന്ന വെള്ളം തന്നെ ശുദ്ധിയുള്ള വെള്ളമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. മെനി ചിൽഡ്രൻ ആർ നോട്ട് ഏബിൾ ടു ഗോ ടു സ്കൂൾ. ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ദേ മിസ് ദെയർ ക്ലാസ്സസ് ആൻഡ് കനോട്ട് സ്റ്റഡി വെൽ. അവർക്ക് അവരുടെ ക്ലാസ്സുകൾ നഷ്ടമാവുന്നു. അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. The villagers are very sad and worried. They are hoping for rain and help from the government. ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ സങ്കടത്തിലാണ്. അവർ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഗവൺമെന്റിന്റെ സഹായത്തിന് വേണ്ടിയിട്ടും അവർ കാത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെയുള്ള ബി ചോദ്യം നോക്കൂ. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓൺ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിരുന്നിട്ട് അവിടെ താഴെ നമുക്ക് കുറച്ച് ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതിനെങ്കിലും കുറിച്ചൊരു ലൈവ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ സ്കൂൾ ബുക്ക് ഫെയർ എടുക്കാം, അല്ലെങ്കിൽ ഇനോഗുറേഷൻ ഓഫ് ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആവാം, അതല്ലെങ്കിൽ ഓപ്പണിംഗ് ഓഫ് എ ന്യൂ പ്ലേ ഗ്രൗണ്ട് ആവാം, അതല്ലെങ്കിൽ സ്കൂൾ ആനിവേഴ്സറി ആവാം. ഏതായാലും പ്രശ്നമല്ല കേട്ടോ. ഞാനിവിടെ സ്കൂൾ ആനിവേഴ്സറിയെ കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹലോ, ഐ ആം റിയ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം IKT സ്കൂൾ. ടുഡേ ദ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് ആനിവേഴ്സറി. ദ പ്രിൻസിപ്പൽ ആൻഡ് ടീച്ചേഴ്സ് ആർ ഡ്രസ്ഡ് ഇൻ സ്പെഷ്യൽ അറ്റയർ ആൻഡ് സ്റ്റുഡൻസ് ഹാവ് ഡെക്കറേറ്റഡ് ദ ഹാൾ വിത്ത് ബലൂൺസ് ആൻഡ് ഫ്ലവേഴ്സ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ടു ലുക്ക് ബാക്ക് ഓൺ our achievements and to think about the future. It is entirely a special day for this school. Back to you. Activity 8 നോക്കൂ. Here is the live report of a school book fair. There are some errors in it. Read it carefully and edit it. താഴെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരു സ്കൂളിലെ ബുക്ക് ഫെയറിൻ്റെ ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ട് എഡിറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലൈവ് റിപ്പോർട്ടാണ് കേട്ടോ. സ്കൂൾ ബുക്ക് ഫെയർ ഇനോഗുറേഷൻ. സോ അതിൽ ഇനോഗുറേഷൻ്റെ സ്പെല്ലിംഗ് തെറ്റുണ്ട്. ആദ്യം ഞാൻ മാർക്ക് ചെയ്യാം. ഇനോഗുറേഷൻ എൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ് വരുന്നത്? ഗുഡ് മോർണിംഗ്, വി ആർ ലൈവ് ഫ്രം GUPS വഴിയോരം. അവിടെ വഴിയോരം എന്നുള്ളത് സ്ഥലത്തിൻ്റെ പേരാണ്. അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഫസ്റ്റ് ലെറ്റർ വി ഷുഡ് ബി ക്യാപിറ്റൽ. But the school book fair has just been inaugurated. Inaugurated എന്നുള്ളത് സ്പെല്ലിംഗ് തെറ്റാണ്. INAU ഉണ്ട് കേട്ടോ. The event was over presided by the headmistress. അപ്പോൾ ഓവർ പ്രിസൈഡഡ് അല്ല. ദ ഇവന്റ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ദ ഹെഡ് മിസ്ട്രസ് മിസ്റ്റർ നിത KS കുമാർ. അപ്പോൾ മിസ്റ്റർ അല്ല, ഇവിടെ വരെ മിസ്സസ് ആണ്, ലേഡി അല്ലേ. സോ മിസ്സസ് നിത എന്നുള്ള നെയിമാണ്, അതുകൊണ്ട് ക്യാപിറ്റൽ ആവണം N. നിത S കുമാർ. ആൻഡ് ഇനോഗുറേറ്റഡ് ബൈ ഡോക്ടർ സജീവ്. ഇവിടെയും ഡോക്ടർ സജീവ് S എന്നുള്ളത് ക്യാപിറ്റൽ ആയിരിക്കണം.
who highlight the importance of reading. Highlighted the importance of reading എന്നാണ് വരിക കേട്ടോ. A total of 13 publishers is participating. 13 പബ്ലിഷേഴ്സ് ഉണ്ട്, പ്ലൂരൽ ആണ്, അതുകൊണ്ട് ഈസ് അല്ല, ആറാണ് വരിക. ഷോക്കേസിംഗ് സ്റ്റോറി ബുക്സ്, എഡ്യൂക്കേഷണൽ ബുക്സ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ്. സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് വിൽ enthusiastically, അവിടെയും വില്ലല്ല, ആറാണ് വരുന്നത്. ആർ enthusiastically exploring the stalls and the headmistress spoke about how reading shape a child's future. അവിടെ ഷേപ്സ് എന്ന് വരും. വി വണ്ടർ വിച്ച് ബുക്ക് വിൽ ബി യുവർ ഫേവറേറ്റ് ടുഡേ. യുവർ അല്ല, യുവർ, നിങ്ങളുടെ, യുവർ എന്നാണ് വരിക. യുവർ ഫേവറേറ്റ് ടുഡേ. താങ്ക് യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒന്നും വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്